ഞങ്ങൾ നാട്ടിൽ പോവാട്ടോ. നാട്ടിൽ പോകുന്നത് ഇന്ന് ആഗസ്റ്റ് 6 ഉമ്മാന്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഹാപ്പി ബർത്ത്ഡേ അല്ലു. എൻ്റെ വക ഒരു ഗിഫ്റ്റ് ഉണ്ട്, അപ്പോൾ അത് കൊടുക്കുന്നത് അല്ലു ആണ്. അല്ലു വാ. തുറന്നോക്കെ. ഉമ്മ വിചാരിച്ച് ഞാൻ ബർത്ത്ഡേന്റെ കാര്യം മറന്നുപോയിന്ന്. എന്താണിത്? ആ കറക്റ്റ് സൈസാണ്. ഞാൻ നല്ല പ്ലാനിങ് ആണ്. ഇപ്പൊ ഞങ്ങള് പോവാണ്. എന്റെ വണ്ടിയിലാട്ടോ പോകുന്നത്. ഉമ്മയുണ്ട്. എന്ത് പോവാണേ. അങ്ങനെ നമ്മൾ ദുബായ് ബോർഡർ കഴിഞ്ഞു. അബുദാബിയിലേക്ക് കാലെടുത്ത് വെച്ചപ്പോഴേക്കും ഞങ്ങളെ പെട്രോൾ ബ്ലിങ്ക് ചെയ്തു. അങ്ങനെ പെട്രോൾ പമ്പ് എവിടെയെന്ന് വെച്ചാൽ പെട്രോൾ പമ്പ് ഇവിടെ ഈനോക്കിൽ കയറി. ഇതിവിടെ ലഗേജുകൾക്കിടയിൽ ഒരു കുട്ടി ലഗേജ് അവിടെ അല്ല ഇവിടെ ഇരിക്കും. ഞങ്ങളിതാ ലുത്തുഫിൻ്റെ വീട്ടിലെത്തിയിട്ടോ. ഇവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിറങ്ങി. ഇത് ഹുദ. ഇരുട്ടായതുകൊണ്ട് ഒന്നും കാണുന്നുണ്ടാവില്ല. ഞങ്ങൾ ഇവിടുന്ന് പോവാണ് എയർപോർട്ടിലേക്ക്. അപ്പോൾ ഞങ്ങൾക്ക് പുതിയൊരു ഡ്രൈവറെ കിട്ടിയിരിക്കുന്നു. ഡ്രൈവർ കാണുന്നില്ല, ഇരുട്ടാണ്. സായിദ് ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് കടക്കുമ്പോൾ തന്നെ നമ്മളെ വരവേൽക്കുന്നത് മണൽക്കൂനയുടെ രൂപത്തിൽ രൂപകൽപ്പന ചെയ്ത അതിൻ്റെ മേൽക്കൂരയാണ്. ഈ എയർപോർട്ടിൻ്റെ ടെർമിനൽ എക്സ് ഷേപ്പായിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഈ 4 ടെർമിനൽസും നഗരം, കടൽ, മരുഭൂമി, മരുപ്പച്ച എന്നീ തീം ഇൻസ്പയർ ചെയ്തിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. പുതിയ എയർപോർട്ട് വന്നിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഈ എയർപോർട്ട് വഴി യാത്ര ചെയ്യുന്നത്. ഞങ്ങൾ വരുന്ന വഴി സായിദ് ഇൻ്റർനാഷണൽ എയർപോർട്ടിന് എന്തോ പുതിയ അവാർഡ് കൂടി കിട്ടിയ കാര്യം മീര നന്ദൻ റേഡിയോയിൽ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഞങ്ങൾ ലഗേജൊക്കെ ഫുഡ് ബോർഡിംഗ് പാസ് ഒക്കെ കിട്ടി ഇവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ്. ഞങ്ങൾ A8 കുറേ ദൂരം നടക്കാണ്ട് കേട്ടോ. ഇടയ്ക്കിടെ മറ്റേ നിൽക്കുന്ന സാധനം ഉള്ളതുകൊണ്ട് അങ്ങനെ കുറച്ച് രക്ഷപ്പെട്ടു. അന്ന് കുറച്ച് ഫ്രൂട്ട്സ് തന്നായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫ്ലൈറ്റിലേക്ക് കയറാൻ വേണ്ടി പോവാണ്. ഞങ്ങൾ ബോർഡിംഗ് ഒക്കെ കഴിഞ്ഞു. ഞങ്ങൾ പോവാണ്. അല്ല ഇവിടെ ഫ്ലൈറ്റ് കയറിയപാട് ഓനെ സാധനങ്ങളൊക്കെ എടുത്തിട്ട് കളി തുടങ്ങിട്ടോ. ഇവിടെ എന്തൊക്കെയോ ഉണ്ടാക്കുന്നുണ്ട്. ആശാൻ ഉണ്ടാക്കുന്നത് കണ്ടോ? എന്തൊക്കെയോ സാധനങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കണം. ഇവിടെ ആശാനെ നിർത്തിയത് കണ്ടോ? കുട്ടി മനുഷ്യൻ. എനിക്ക് കുട്ടി മനുഷ്യനെ ഭയങ്കര ഇഷ്ടായി. അവന്റെ മെയിൻ ആളാണ് ഈ കുട്ടി മനുഷ്യൻ. പിന്നെ എവിടെ പോയാലും മൊബൈൽ രൂപയൊക്കെ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. 2 കയ്യിലും തോക്കൊക്കെ വെച്ചിട്ടുണ്ട്. അയ്യോ പൊട്ടിപ്പോയി. നമ്മളിപ്പോ കുറച്ച് ഏതാനും സമയങ്ങൾക്കുള്ളിൽ നമ്മൾ അബുദാബിയോട് ഇവിടെ പറഞ്ഞ് നമ്മൾ കേരളത്തിന്റെ മുന്നിൽ എത്തുന്നതോ. ഇവന്റെ ടൂൾസ് ഒക്കെയാണ് ഇത്. ടൂൾസ് ഇത് ഞാൻ നാട്ടിൽ കൊണ്ടുപോകാൻ പൊക്കിയതാട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതൊരു പെന്നിന്റെ മുകളിൽ ഉണ്ടായതാട്ടോ. നല്ല ക്യൂട്ടല്ലേ. ഇതിന്റെ ഫേവറേറ്റ് കളറാണ്. ഇത് കണ്ടപ്പോ എനിക്ക് ഇങ്ങനെ എടുക്കാതിരിക്കാൻ വയ്യ. അപ്പൊ അങ്ങനെ ഞാനൊന്ന് എടുത്തു. ഇതിന്റെ പെണ്ണ് ഞാൻ ഒരു ബാഗിൽ വെച്ചിട്ട് പെണ്ണൊണ്ടി പുള്ളിയാണ്. അത് ലുലുന്ന് വാങ്ങിച്ചതാണ്. ഓനെ ലഗോമാന്റെ കുപ്പായൊക്കെ മാറ്റി കൊടുത്തിട്ടോ. അതിന്റെ മുകളിൽ ഗണ്ണൊക്കെ പിടിപ്പിച്ചു കൊടുത്തു. പിന്നെ അതിന് സ്യൂട്ടൊക്കെ ഇട്ട് കൊടുത്തു. കുറച്ചു നേരം ഉറങ്ങി കണ്ണു തുറന്നു നോക്കിയപ്പോഴേക്ക് സൂര്യൻ ഉദിക്കാറായിട്ടുണ്ടായിരുന്നു. നീലാകാശത്ത് ചെറിയൊരു പ്രകാശക്കീറ്. കുറച്ചു കഴിഞ്ഞ് നോക്കിയപ്പോഴേക്ക് ആദ്യത്തേട്ടൻ കണ്ണുറന്ന് മുകളിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ കോഴിക്കോട് അന്താരാഷ്ട്ര വിമാനം ഞങ്ങളെ സ്വാഗതം ചെയ്തിരിക്കുന്നു. ഫ്ലൈറ്റിൽ ഒരു ടർബുലൻസും അനുഭവപ്പെടാതെയായിരുന്നു യാത്ര. നല്ല സുഖമായിരുന്നു. ഇനി അങ്ങോട്ടൊരു ചടങ്ങാണ്. എമിഗ്രേഷൻ, ലഗേജ് വെയിറ്റ് ചെയ്യൽ, സ്കാനിങ്, അങ്ങനെ. ലഗേജിന് വേണ്ടി കുറേ കാത്തു നിന്നിട്ടാണ് ഞങ്ങൾക്ക് ലഗേജ് കിട്ടിയത്. ഇവിടെ നിന്നാണ് കേട്ടോ ലഗേജ് വരുന്നത്. വീട്ടിൽ നിന്ന് ഉപ്പ, ഉമ്മ, പെങ്ങള്, കുട്ടികൾസ് ഒക്കെ ഞങ്ങളെ കൂട്ടാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. മണലാരണ്യത്തിന്റെ അമ്പരചുംബികളുടെ റോഡിൽ നിന്നും പച്ചപ്പിന്റെ റോഡിലേക്ക് മഴ വന്ന് ചുംബിച്ച റോഡുകളിൽ അവിടെവിടെയായി പൊട്ടലുകൾ, കുഴികൾ, നിറയെ വെള്ളം. വീട്ടിലെത്തിയപ്പോൾ ഉമ്മറത്ത് തന്നെ അഫ്സൽ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് മുന്നാടി ദുബായിൽ നിന്ന് എത്തിയവൻ. ആരും ഇനി ഇവിടെ ഉണ്ടാവുള്ളൂ കേട്ടോ. അവിടെ വൈഫൈ ഉണ്ട്. ഇനി ആ ഭാഗത്ത് ചുറ്റിപ്പറ്റി ഉണ്ടാവുള്ളൂ. ഞങ്ങൾ എത്തിയത് മഴയും പെയ്യാൻ തുടങ്ങി.
എടാ ഒരു മിനിറ്റ്, അത് വീഡിയോ എടുക്കട്ടെ. അപ്പൊ ഞങ്ങള് നാട്ടിലേക്ക് എത്തി. നമ്മള് കുട്ടുമണിയാട്ടോ. പേര് പറഞ്ഞു കൊടുക്ക്. പേരില്ല കേട്ടോ, പേരിടാത്ത കുട്ടിയാണേ അല്ലേ. നമ്മളെ അമ്മിയ കുട്ടിയാണ്. അപ്പൊ ഞങ്ങള് പുറത്തൊക്കെ പോയി ഇവിടുന്ന് വീടിന്റെ ചുറ്റിലൊക്കെ ഇട്ട് കാഴ്ചകളൊക്കെ കണ്ട്. ഹലോ, എന്റെ വീഡിയോ ഞാൻ അവിടെ ഷൂട്ട് ചെയ്യാണ്. അപ്പൊ ഓക്കെ, അടുത്ത വീഡിയോ കേട്ടോ പറയും. ബൈ ബൈ പറയും. അപ്പൊ ഓക്കെ.